എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് വാല കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേൾക്കാതിരിക്കില്ല. പഠിനെ വാല, ദേഖ്നെ വാല, ലിഖ്നെ വാല, സുന്നെ വാല, ഖേൽനെ വാല ഇങ്ങനെയുള്ള വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും വാല എന്ന് അർത്ഥമാക്കുന്നത് എന്താണ്? ഇതിൻ്റെ അർത്ഥം വാല. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഞാൻ കുറച്ച് ഉദാഹരണം കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്താ? പഠിനെ വാല, പഠാനെ വാല. ഇവിടെ കണ്ടില്ലേ കുട്ടികളെ? പഠിനെ വാല, പഠാനെ വാല, കർനെ വാല, ആനെ വാല, ജാനെ വാല, സുന്നെ വാല, ഗാനെ വാലി, ലിഖ്നെ വാലി അല്ലേ? ഇതിൽ നിന്ന് എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത്? എന്താ അർത്ഥമാക്കുന്നത്? പഠിനെ വാല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പഠിക്കുന്നവൻ. പഠാനെ വാല എന്ന് പറഞ്ഞാലോ പഠിപ്പിക്കുന്നവൻ അല്ലേ? പഠിനെ വാല, പഠാനെ വാല, കർനെ വാല, ആനെ വാല അല്ലേ? ചെയ്യുന്നവൻ. ആനെ വാല എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? വരുന്നവൻ. ജാനെ വാല എന്ന് പറഞ്ഞാലോ പോകുന്നവൻ അല്ലേ? സുന്നെ വാല എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവൻ. ഗാനെ വാലിയോ പാടുന്നവൾ അല്ലേ? ഇതൊക്കെയാണ് അർത്ഥം. അപ്പം വാല എന്ന് ചേർക്കുമ്പോൾ എന്തായി? ആ പ്രവൃത്തി ചെയ്യുന്ന ആളായി മാറുന്നു അല്ലേ? വാലയുടെ അർത്ഥം എന്താവുന്നു? അപ്പോൾ ചെയ്യുന്നവൻ അല്ലെങ്കിൽ ഉള്ളവൻ എന്നായി മാറുന്നു. വാല ഏതിനോട് കൂടിയാണ് ചേർക്കുന്ന കുട്ടികളെ? ക്രിയയോട് വാല ചേർക്കുന്നു അല്ലേ? ക്രിയയോട് വാല ചേരുമ്പോൾ ആ ക്രിയ ചെയ്യുന്ന ആൾ എന്ന അർത്ഥം വരുന്നു. എന്നാ മനസ്സിലായത്? ക്രിയയോടാണ് വാല ചേർക്കുക. അപ്പോൾ ആ ക്രിയ ചെയ്യുന്ന ആൾ ചെയ്യുന്ന ആളായി മാറുന്നു അല്ലേ? ആ പ്രവൃത്തി ചെയ്യുന്ന ആളായി മാറുന്നു. അപ്പം ഏതോടുകൂടിയാണ് നമ്മൾ വാല ചേർത്തത്? ക്രിയയുടെ സാധാരണ രൂപത്തോടു കൂടി അല്ലേ? സാധാരണ രൂപം എന്ന് പറഞ്ഞാൽ എന്താ? പഠന, ലിഖ്ന, കർണ, ആന, ജാന, സുന്ന, ഗാന ഇതൊക്കെ ക്രിയയുടെ സാധാരണ രൂപമാണ്. അപ്പം വാല എന്ന് ചേർക്കുമ്പോൾ ലാസ്റ്റിലത്തെ നാ എന്നുള്ളത് നേ എന്നായി മാറുന്നു. മനസ്സിലായല്ലോ? മൊത്തം നേ ആയ കണ്ടോ? പഠിനെ, പഠാനെ, കർണേ, ആനെ, ജാനെ, സുനനെ, ഗാനെ, ലിഖ്നെ എന്നൊക്കെ മാറി. അപ്പം നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. എന്ത്? വാല ചേർക്കുമ്പോൾ വാല എന്നോടാ ചേർക്കുക? ക്രിയയോട് അല്ലേ? ക്രിയയോട് ചേർക്കുമ്പോൾ അത് ചെയ്യുന്നവൻ എന്നായി ആ ക്രിയ ചെയ്യുന്ന ആളായി മാറുന്നു അല്ലേ? അപ്പം ഇതിൻ്റെ അർത്ഥം ചെയ്യുന്നവൻ, ചെയ്യുന്നവൻ, ഉള്ളവൻ എന്നാണ്. കേട്ടോ കുട്ടികളെ? ചെയ്യുന്നവൻ, ഉള്ളവൻ എന്നുള്ള അർത്ഥമാണ് ലഭിക്കുക. കേട്ടോ? അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് മറ്റു ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. കുറച്ചൊന്നല്ല, കുറേ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലിഖ്നെ വാലി, ഗാനെ വാലേ എന്നെല്ലാം ഉണ്ട് അല്ലേ? അത് ഞാൻ പറഞ്ഞു തരാം. അപ്പം ഇവിടെ ഞാൻ മറ്റു കുറച്ച് വാക്യത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ചില ക്രിയകളോടുകൂടി വാല ചേർന്ന് വരുമ്പോൾ വാക്യങ്ങൾ പ്രയോഗിക്കുമ്പോൾ ഭാവി കാലാർത്ഥം അല്ലെങ്കിൽ ദ്രുതകാലാർത്ഥം വരുന്നു. ഭാവി കാലാർത്ഥം എന്ന് പറഞ്ഞാൽ ഭാവികാല രൂപത്തിലുള്ള അർത്ഥം അല്ലെങ്കിൽ ദ്രുതകാലാർത്ഥം വരുന്നു. അപ്പോൾ അതിനുള്ള ഉദാഹരണങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതൊന്നും കേൾക്കുമ്പോൾ പേടിച്ചു കൊണ്ടിട്ടില്ല കേട്ടോ. ഇത് മനസ്സിലാക്കിയ സിമ്പിളാണ് കേട്ടോ. വളരെ ഈസിയാണ്. അതൊന്നും മനസ്സിലാക്കുക വേണ്ടു. മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ മിടുക്കന്മാരാണ് കേട്ടോ. അപ്പോൾ എന്താ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്? നിങ്ങൾ ലക്ഷ്മി കൽ ആനെ വാലി ഹെ കേട്ടോ.
ഇവിടെ ലക്ഷ്മി കൽ ആനെ വാലി ഹെ, ലക്ഷ്മി നാളെ വരും അല്ലേ, അല്ലെങ്കിൽ എന്താ നാളെ വരുന്നവളാണ് എന്നാണ് അർത്ഥം കേട്ടോ. ലക്ഷ്മി കൽ ആനെ വാലി ഹെ, വോ കൽ ദില്ലി ജാനെ വാലാ ഹെ, അവൻ കൽ നാളെ ഡൽഹിയിൽ പോകുന്നവനാണ് അല്ലേ, പോകും അല്ലെങ്കിൽ പോകുന്നവനാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം കേട്ടോ. വ ഇസ് ഗാഡി മേ ജാനെ വാലാ ഹെ, അവൻ ഈ വണ്ടിയിൽ പോകുന്നവനാണ്, അല്ലെങ്കിൽ എന്താ അവൻ ഈ വണ്ടിയിൽ പോകും കേട്ടോ. അതാണ് ഞാൻ മുന്നേ പറഞ്ഞത്, എന്ത് ഭാവി കാലാർത്ഥം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഭാവികാല അർത്ഥരൂപേണ നമ്മൾ വാക്യം ഉപയോഗിക്കാൻ ഈ വാല എന്ന വാക്ക് ക്രിയയോട് ചേർത്ത് പറയുന്നു. മനസ്സിലായല്ലോ, എളുപ്പല്ലേ. വേസ് ജനസഭാമേ ഭാഷൺ ദേനെ വാലേ ഹേ, അദ്ദേഹം ജനസഭ എന്ന് പറഞ്ഞാൽ എന്താ കുട്ടികളെ, പൊതുയോഗം അല്ലേ, പൊതുയോഗത്തിൽ ഭാഷൺ കർണ എന്ന് പറഞ്ഞാൽ ഭാഷൺ പ്രസംഗം അല്ലേ, പ്രസംഗിക്കാൻ വന്ന ആളാണ് അല്ലേ എന്നാണ് പറയുന്നത്. ഇനി ഇവിടെ എന്താ ഹം റോഷ് കാം കർണേ വാലേ, അത് നിങ്ങൾക്കറിയാം അല്ലേ, ഞങ്ങൾ ദിവസവും ജോലി ചെയ്യുന്നവരാണ്, ജോലി ചെയ്യുന്നു. വോ ഷറാബ് പീനെ വാലാ ഹെ, അവൻ മദ്യം എന്താ അവൻ കള്ളുകൂടിയനാണ്, അല്ലെങ്കിൽ അവൻ മദ്യം കഴിക്കുന്ന ആളാണ് അല്ലേ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് എന്താ ഇതിൽ നിന്ന് മനസ്സിലായത്? വാല എന്ന് ചേർക്കുമ്പോൾ നമുക്കത് ഭാവി കാല രൂപത്തിലും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് എന്തുപയോഗിക്കാം കുട്ടികളെ, നാമത്തോടു കൂടി ചേരുമ്പോൾ നമുക്കത് കാരൻ എന്ന രൂപത്തിൽ കിട്ടും. കാരൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പറയില്ലേ പണക്കാരൻ, അതേപോലെ കേരളക്കാരനാണ്, പാൽക്കാരനാണ്, വീട്ടുകാരനാണ്, വണ്ടിക്കാരനാണെന്നെല്ലാം പറയില്ലേ, അതാ ഈ കാരൻ എന്ന് ചേർക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ കുട്ടികൾക്ക്? കാരൻ എന്ന് കൂടി ചേർക്കും. ഇതെല്ലാം ഇവിടെ എഴുതി വെക്കണം, അതുകൊണ്ടല്ലോ ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പം ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ നിങ്ങൾ, പൈസേവാല എന്ന് പറഞ്ഞാൽ അർത്ഥം പൈസക്കാരെ, കേരൾവാല എന്ന് പറഞ്ഞാൽ കേരളക്കാരെ, ഗർവാലി എന്ന് പറഞ്ഞാൽ വീട്ടുകാരി, ദൂതുവാല എന്ന് പറഞ്ഞാൽ പാൽക്കാരെ. ഇതൊക്കെ പറയുന്നത് നമ്മൾ ഈ വാലി എന്ന് ചേർത്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. അതിനും നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്, കാരൻ എന്ന് ഉപയോഗിക്കുന്നതിന് വാല എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. കണ്ടില്ലേ കുട്ടികളെ നിങ്ങൾ? സോറി ഏട്ടാ, കണ്ടില്ല മക്കളെ, ഇതാ കണ്ടോ. അപ്പോൾ എന്തെല്ലാം പറഞ്ഞേ, സോനെ വാലേ, पैसे वाला, കേരൾ വാല, ഘർ വാലി, ദൂത് വാല. ഇതൊക്കെ പറയുമ്പോൾ പാൽക്കാരൻ, വീട്ടുകാരി, കേരളക്കാരൻ, പൈസക്കാരൻ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അതിന് ഹിന്ദിയിൽ നമ്മളിങ്ങനെയാണ് പറയാം, എന്ത് വാല എന്ന് ചേർത്തിട്ട് കേട്ടോ. പിന്നെ നമുക്ക് വിശേഷണ രൂപത്തിൽ നമ്മൾ ഉപയോഗിക്കും കേട്ടോ കുട്ടികളെ, വിശേഷണ രൂപത്തിൽ നമ്മൾ ഉപയോഗിക്കും. വിശേഷണം ക്രിയ പഠിച്ചിട്ടില്ലേ നമ്മൾ മുന്നേ? നമ്മളെ വീഡിയോ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പം നമ്മൾ വിശേഷണങ്ങളായിട്ട് നമ്മൾ ഈ വാല എന്ന് ഉപയോഗിക്കും. അതെങ്ങനെയാണ് നിങ്ങൾ ഇന്ന് സംശയിക്കുന്നുണ്ടാവും അല്ലേ? അവിടെ ഞാൻ കുറച്ച് ഉദാഹരണം കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഇവിടെ കൊടുത്തിട്ടുണ്ടോ കുട്ടികളെ? ഇതുണ്ടോ നിങ്ങൾ? പാസ്വാല സ്കൂൾ, പാസ്വാല അങ്ങനെ പറഞ്ഞാൽ അടുത്തുള്ള സ്കൂൾ അല്ലേ? എൻ്റെ കുട്ടി അടുത്തുള്ള സ്കൂളിലാണ് ചേർത്തനെന്ന് പറയും അല്ലേ? അതിന് വേണ്ടി നമ്മൾ എന്താ ഉപയോഗിക്കുക? പാസ്വാല എന്ന് പറയുമ്പോൾ എന്താ മനസ്സിലായത്? എന്താ കുട്ടികളെ മനസ്സിലായേ? പാസ്വാല സ്കൂൾ എന്ന് പറഞ്ഞാൽ അടുത്തുള്ള സ്കൂൾ, പാസ്വാല ഘർ എന്ന് പറഞ്ഞാൽ അടുത്തുള്ള വീട് അല്ലേ? എൻ്റെ വീട് അടുത്താണ്, അടുത്തുള്ള വീടാണ്, അടുത്ത വീടാണ്. പിന്നെ
അടുത്തുള്ള കെട്ടിടം അല്ലേ, പാസ്വാല മക്കാൻ അല്ലേ എന്നൊക്കെ പറയും. പിന്നെ പീനെ വാലേക്കോ ചോടുതോ, അങ്ങനെ പറഞ്ഞാൽ എന്നാ കുട്ടികളെ? പീനേവാല ആരായിരിക്കും? പീനേവാല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കുടിയൻ അല്ലേ, കുടിയന്മാരെ ഉപേക്ഷിക്കൂ അല്ലേ, ദൂരെ നിർത്തൂ, ഉപേക്ഷിക്കൂ. പഞ്ചാബ് വാലി ഔരത്ത്, അങ്ങനെ പറഞ്ഞാൽ എന്നാ? പഞ്ചാബ് വാലി ഔരത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചാബ് വാലി എന്ന് പറയുമ്പോൾ തന്നെ പഞ്ചാബുകാരിയായ സ്ത്രീ അല്ലേ, കേരളവാരി സ്ത്രീ. ഗോവക്കാരിനെന്ന് പറയാ ഗോവാവാലി സ്ത്രീ അല്ലേ, ഔറത്ത് ഔറത്ത് എന്ന് പറയും അല്ലേ. ഇനി പാസ്വാല മക്കാൻ കിരായെ പർ ദേഗ, അങ്ങനെ പറഞ്ഞാൽ എന്നാ? പാസ്വാല മക്കാൻ പാസ്വാല മക്കാൻ എന്ന് പറഞ്ഞാൽ എന്താ? അടുത്തുള്ള കെട്ടിടം. കിരായേപ്പർ ദേഗ എന്ന് പറഞ്ഞാൽ എന്താ? കിരായ എന്ന് പറഞ്ഞാൽ എന്താ കുട്ടികളെ അർത്ഥം? കിരായേപ്പർ ദേഗ, കൊടുക്കുമോ. പാസ്വാല മക്കാൻ കിരായേപ്പർ ദേഗ, വാടകയ്ക്ക് കൊടുക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം പാസ്വാല സ്കൂൾ എന്ന് പറഞ്ഞാൽ അതെ അടുത്തുള്ള സ്കൂൾ. പീനേവാലേക്കോ ചോടുതോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കള്ളുകുടിയന്മാരെ വെറുതെ വിട്ടേക്ക്, അവരെ ഉപേക്ഷിക്കുന്നു. പഞ്ചാബ് വാലി സ്ത്രീ ഔരത്ത് എന്ന് പറഞ്ഞാൽ പഞ്ചാബി സ്ത്രീക്ക് പറയാം കേട്ടോ. പാസ്വാല മക്കാൻ കിരായപ്പർ ദേഗ, അടുത്തുള്ള കെട്ടിടം, സമീപത്തുള്ള കെട്ടിടം വാടകയ്ക്ക് ലഭിക്കുമോ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നിങ്ങൾക്ക് ഈ വാലയുടെ പ്രയോഗം എന്താണെന്ന് മനസ്സിലായി അല്ലേ? 2-3 രീതിയിൽ അർത്ഥത്തിൽ വാല ക്രിയയോട് ചേർത്ത് ഉപയോഗിക്കും. പിന്നെ അതിനോടുകൂടി ചേർത്ത് ഉപയോഗിക്കും നാമത്തോട് ചേർത്ത് ഉപയോഗിക്കൂലേ? ഉപയോഗിക്കും അല്ലേ, നാമത്തോടു കൂടി ചേർത്തിട്ടും വാല ഉപയോഗിക്കും. അപ്പോൾ ഇത്ര വിശദമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിലും വാല ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പല നേട്ടങ്ങളുണ്ട് അല്ലേ. എന്താ? നമുക്ക് സംസാരിക്കാൻ എളുപ്പമായി അല്ലേ. ആരെങ്കിലും എന്തെങ്കിലും ഹിന്ദിയിൽ സംസാരിക്കുമ്പോൾ വാല ചേർത്ത് പറയുമ്പോൾ നിങ്ങൾക്ക് ഗ്രഹിച്ചെടുക്കാൻ പറ്റും. അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രയും മതി കുട്ടികളെ. നിങ്ങൾ ഒരു ലൈക്കെങ്കിലും ഇടണം കേട്ടോ കുട്ടികളെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കുമല്ലേ ലൈക്ക് ഇടാത്ത, കുഴപ്പമില്ല. ഒരു ഗുരുദക്ഷിണയായിട്ടെങ്കിലും ഒരു ലൈക്കെങ്കിലും തന്നുകൂടെ? ശരി, ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനി മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. Thank you for watching. Thank you.